നമസ്കാരം. യോഗി ആദിത്യനാഥ് ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി യോഗി ആദിത്യനാഥിനെ കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹവും അമിത്ഷായും തമ്മിലുള്ള പ്രശ്നങ്ങളുമൊക്കെ നമ്മളുടെ ചർച്ചയിലൊക്കെ ഇടയ്ക്കൊക്കെ വന്നു പോകാറുണ്ട്. മാധ്യമങ്ങൾ അതിനെ കൊട്ടിഘോഷിക്കാറുമുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം, മോഹൻ ഭാഗവതിനെ പോലുള്ള ഒരാൾക്ക് ഇസഡ് കാറ്റഗറി സുരക്ഷ വരെ കൊടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ പറയാനുള്ളത്, സാധാരണഗതിയിൽ നമ്മുടെ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ നിരവധി സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളാണ് ഉള്ളത്. ഇപ്പോൾ യൂട്യൂബിലൂടെ ആണെങ്കിലും അതോടൊപ്പം ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ സാമൂഹ്യ മാധ്യമ പേജുകളിലൂടെയാണെങ്കിലും അനവധി ആളുകൾ ഇന്ന് സ്വയമേവ രാഷ്ട്രീയ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതിലേറ്റവും നമുക്കറിയാവുന്ന കേരളത്തിൽ ഓരോ രാഷ്ട്രീയ കക്ഷിക്കും പക്ഷം പിടിച്ചുകൊണ്ട് പറയുന്ന നിരവധി സാമൂഹ്യ മാധ്യമ ചാനലുകൾ ഇന്നുണ്ട്. അതായത് നമ്മൾ യൂട്യൂബ് ചാനലുകൾ എന്ന് പറയുന്ന ചാനലുകൾ അനവധിയായിട്ടുണ്ട്. ഇതിൽ പലതിലും സർക്കാരിനെ നിശിതമായി വിമർശിക്കുന്ന ചാനലുകൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇപ്പോൾ കേരളത്തിൽ ഇതൊക്കെ അനുവദനീയമാണ്. എന്നാൽ ഇതിനെ ഒന്ന് പൂട്ടിടാനോ അല്ലെങ്കിൽ പാരിതോഷികം നൽകി സന്തോഷിപ്പിക്കാനോ കൈക്കൂലി കൊടുക്കാനോ ഒന്നും നമ്മുടെ സർക്കാർ തയ്യാറാവുന്നില്ല. രാഷ്ട്രീയ കക്ഷികൾ ചിലപ്പോഴൊക്കെ അവരുടെ ഒരു PR വർക്കിന് വേണ്ടി പല സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെ ഉപയോഗിക്കാറുണ്ട്. എങ്കിൽ പോലും പരസ്യമായ ഒരു നിയമപരമായി അതിനെ അങ്ങനെ കൊണ്ടുവരാറില്ല സർക്കാർ തലത്തിൽ നിന്നുകൊണ്ട്. കാര്യം, സർക്കാർ ഞങ്ങളെ പരിപോഷിപ്പിച്ചാൽ ഞങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ തരാം എന്ന് പറയുന്ന വാഗ്ദാനങ്ങളൊന്നും സർക്കാർ ഇതുവരെയായി പാസ്സാക്കിയിട്ടില്ല. അതേസമയം യോഗി ആദിത്യനാഥ് വളരെ കൃത്യമായി പുതിയൊരു നിയമം പാസ്സാക്കിയിരിക്കുകയാണ്. അതായത് ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടിന് 8 ലക്ഷം രൂപ വരെ ലഭിക്കുന്ന തരത്തിലാണ് ഒരു പുതിയ നിയമം പാസ്സാക്കിയിരിക്കുക. നിങ്ങൾ ആലോചിക്കും, അങ്ങനെയാണെങ്കിൽ എല്ലാ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർക്കും അങ്ങനെയാണെങ്കിൽ കോൾ അടിച്ചല്ലോ, 8 ലക്ഷം രൂപ വരെ പാരിതോഷികം കിട്ടുമല്ലോ എന്ന് പറയുന്നത്. ധ്രുവ റാത്തി എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസറുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPക്കെതിരെ ഏറ്റവും ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പല കാര്യങ്ങളെയും വസ്തുനിഷ്ഠമായി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും ഒരുപക്ഷെ ഉത്തരേന്ത്യയിൽ BJPയുടെ ഇത്രയും വലിയ ഒരു വലിയതല്ലെങ്കിൽ പോലും ചെറുതായിട്ടെങ്കിലുമുള്ള ഒരു പരാജയം അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമായി അവർ ചൂണ്ടിക്കാട്ടുന്ന ധ്രുവ റാത്തിയാണ്. അവർ പലപ്പോഴും ധ്രുവ റാത്തിക്കെതിരായി പ്രചരണങ്ങൾ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ധ്രുവ റാത്തി അതിനെക്കുറിച്ച് ഈ പറയുന്ന യോഗി ആദിത്യനാഥിൻ്റെ നീക്കത്തെ കൈക്കൂലി എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ് എന്ന് നോക്കാം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രിയായ സഞ്ജയ് നിഷാദാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആ വിവരങ്ങൾ ഇതൊക്കെയാണ്. അതായത് ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം നമ്മൾ ചെയ്യുകയാണ്, ഒരു ഹ്രസ്വചിത്രം സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട്, അതായത് യോഗി ആദിത്യനാഥിൻ്റെ UP സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് ചെയ്താൽ അവർക്ക് 7 ലക്ഷം രൂപ വരെ ഇനാം ലഭിക്കും. ഒരു പാരിതോഷികമായി അവർക്ക് 7 ലക്ഷം രൂപ സർക്കാരിൽ നിന്ന് കൊടുക്കും. അതോടൊപ്പം അതിന് പോഡ്കാസ്റ്റ്, യൂട്യൂബിലുള്ള ഒരു പ്രത്യേക ഫെസിലിറ്റിയാണ് പോഡ്കാസ്റ്റ്. അപ്പം പോഡ്കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് 6 ലക്ഷം രൂപ വരെ അവർ സർക്കാരിൽ നിന്ന് അനുവദിക്കും. അതോടൊപ്പം തന്നെ അത് ഇപ്പോൾ ഇത് പറയുന്ന പോലെ ന്യൂസ് അനാലിസിസുകൾ വരികയാണെങ്കിലോ അതുമല്ലെങ്കിൽ സർക്കാരിൻ്റെ മറ്റ് പ്രോജക്റ്റുകളെക്കുറിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളോ വാർത്തകളോ ഒക്കെ ചെയ്യുന്നതിന് ഇപ്പോൾ ഒരാൾക്ക് 4 ലക്ഷം രൂപ വരെയും ലഭിക്കും. ഇതാണ് പുതിയ ഒരു UP സർക്കാരിൻ്റെ പുതിയൊരു നീക്കം. അതായത് ധ്രുവ റാത്തി പറയുന്ന പോലെ അക്ഷരാർത്ഥത്തിൽ സർക്കാർ അനുകൂലികൾക്കായുള്ള സർക്കാർ അനുകൂല പോസ്റ്റുകൾക്ക് നൽകുന്നത് കൈക്കൂലി തന്നെയാണ്. സർക്കാർ കൈക്കൂലി കൊടുത്തുകൊണ്ട് തങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മാത്രം പുറത്തേക്ക് എത്തിക്കുക. എന്നാൽ സർക്കാർ ചെയ്യുന്ന എല്ലാ സർക്കാരും നല്ല രീതിക്കാണ്. യോഗി ആദിത്യനാഥ് സർക്കാർ കുറച്ച് കാലങ്ങളായിട്ട് നമുക്കറിയാം ബുൾഡോസറുമായി ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു സമയത്ത് ഒരു വാർത്ത വന്നിരുന്നു, അവിടെ ഒരു ഗ്യാങ് റേപ്പിനിരയായ ഒരു പെൺകുട്ടിക്ക് പ്രതികളുടെ വീടുകൾ ബുൾഡോസർ കൊണ്ടുവന്ന് ഇടിച്ച് നിരത്തി. അപ്പോൾ എന്നൊക്കെ പറയുന്ന അത്തരം വാർത്തകളൊക്കെ കൊള്ളാം. അതൊക്കെ ഇന്ത്യ എന്ന് പറയുന്ന, നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു സർവേ വന്നതിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ലാത്ത രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുന്നു എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസം ഒരു സർവേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ ചെയ്തിരിക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്. ജനങ്ങൾക്കൊരു അവയർനെസ് ഉണ്ടാകുന്നതിന് നല്ല ഗുണകരമായൊരു കാര്യമാണ് ഈ വീട് ഇടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞാൽ. അതായത് പ്രതികളുടെ വീട് നശിപ്പിച്ച് കളയുക. ഒരുപക്ഷെ നല്ല കാര്യം തന്നെയാണ്. ഒരു ശിക്ഷ കൂടി അഡീഷണലായി സർക്കാർ കൊടുക്കുന്നു എന്നുള്ളത് അത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞു വന്നത്, ഈ സർക്കാരിൻ്റെ അനുകൂല വാർത്തകൾ ചെയ്യുന്നവർക്ക് 7, 6, 4 തുടങ്ങിയ രീതിയിൽ തുക ലഭിക്കും. അതോടൊപ്പം ഇനി അതല്ല, ഇൻഫ്ലുവൻസേഴ്സിന് 4 ലക്ഷം രൂപ വീതം നൽകും. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്. ധ്രുവ റാത്തിക്ക് കിട്ടത്തില്ല. ധ്രുവ റാത്തിക്ക് വേറെ പണിഷ്മെൻറ്റുകളായിരിക്കും കിട്ടുന്നത്. അതിനെക്കുറിച്ച് പറയാം. അതുപോലെ ഇൻഫ്ലുവൻസേഴ്സ്, അതായത് സർക്കാരിൻ്റെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സിന് 4 ലക്ഷം രൂപ വരെ പാരിതോഷികം കൊടുക്കും. പാരിതോഷികം ധ്രുവ റാത്തി പറയുന്നതനുസരിച്ച് കൈക്കൂലി കൊടുക്കും. അതാണ് കറക്റ്റ് വാക്ക്, ആപ്റ്റ് വാക്ക് അത് തന്നെയാണ്. ഇനി അതിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ ഈ കാര്യങ്ങളെല്ലാം കൂടെ നോക്കുന്നതിന് വേണ്ടിയിട്ട്
ഒരു ഏകോപിപ്പിക്കാൻ വേണ്ടി VFOM എന്ന് പറയുന്ന ഒരു ഏജൻസിയെ ഇതിനായി യോഗി ആദിത്യനാഥ് സർക്കാർ വിനിയോഗിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഡിജിറ്റലായിട്ടുണ്ടാകുന്ന പരസ്യങ്ങൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ മേൽനോട്ടം വഹിക്കുന്നതിനും ഇതിനെ ഏകോപിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ VFOM എന്ന് പറയുന്ന ഒരു ഏജൻസിയെ സർക്കാർ നിയമിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 8 ലക്ഷം രൂപ വരെ, അതായത് ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയവയിലൊക്കെ സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് പറയുന്നവർക്കെല്ലാം 8 ലക്ഷം രൂപ വരെ കൊടുക്കാനുള്ള ഒരു നീക്കവും യോഗി ആദിത്യനാഥ് സർക്കാർ ചെയ്യുന്നു. എന്ത് നല്ല തീരുമാനം അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ തീരുമാനങ്ങളാണ് നമ്മുടെ കേരള സർക്കാരും സ്വീകരിക്കേണ്ടത് എന്നുള്ള തരത്തിലേക്ക് നമ്മൾ ചർച്ചകളിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി ചിന്തിക്കുക. തിരുത്താൻ പാടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഈ പറയുന്ന പോലെ രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ പാടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, പലതരത്തിലും ഇവിടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളെ പിടിച്ച് കടിഞ്ഞാണിടാനുള്ള എല്ലാ ശ്രമങ്ങളും കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ BJP സർക്കാർ പുലർത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പല മാധ്യമങ്ങളുടെയും ലൈസൻസ് അടക്കം കട്ട് ചെയ്യുന്ന രീതിയിലുള്ള നീക്കങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ പോയിട്ടുണ്ട്. മാധ്യമങ്ങളെ നിശബ്ദരാക്കുക എന്ന് പറയുന്ന ഒരു തലത്തിലായിരുന്നു കഴിഞ്ഞ BJP സർക്കാർ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പ്രവർത്തിച്ചു വരുന്നത്. തങ്ങൾക്കെതിരെ സംസാരിക്കുന്നവൻ്റെ നാവരിയുക, തങ്ങൾക്കെതിരെ എഴുതുന്ന ഒരു എഴുത്തുകാരൻ്റെ കയ്യു വെട്ടിമുറിക്കുക, അയാളെ കൊണ്ട് എഴുത്ത് അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ കൊലപ്പെടുത്തുക, ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ BJP സർക്കാർ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. അനുഗുണമായ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ഇപ്പോൾ പുതിയ തീരുമാനം നമുക്ക് കാണാം. അതായത് സർക്കാരിനെതിരായി, അതായത് സർക്കാർ ചെയ്യുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുകയോ സർക്കാരോ ആ സർക്കാരുമായി ബന്ധപ്പെട്ട സംഘടനകൾ, ഉദാഹരണം BJP, RSS തുടങ്ങിയ സംഘടനകൾ നടത്തുന്ന തോന്നിയവാസങ്ങളെ ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരികയോ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചാൽ അതിനെ ക്രിമിനൽ കുറ്റമായി കാണും. നിങ്ങൾക്ക് പേരിൽ അപകീർത്തി കേസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ അപകീർത്തി കേസ് ഉണ്ടായി നിങ്ങളെ ക്രിമിനൽ കേസ് എടുത്ത് നിങ്ങളെ അകത്തിടാനുള്ള വകുപ്പും ഈ പറയുന്ന യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ നിയമത്തിലുണ്ട്. അതായത് മാധ്യമങ്ങൾ, തങ്ങളെ വാഴ്ത്തിപ്പാടുന്ന മാധ്യമങ്ങളെ സന്തോഷിപ്പിക്കുകയും, അതാണ് ധ്രുവറാത്തി പറഞ്ഞിരിക്കുന്നത്, ഇത് കൈക്കൂലിയാണ് എന്ന്. തങ്ങളെ വാഴ്ത്തിപ്പാടുന്നവരെ വാനോളം ഉയർത്തുക, അവർക്ക് വേണ്ട കാശ് കൊടുക്കുക. തങ്ങൾ നഗ്നനാണ് എന്ന് വിളിച്ചു പറയുന്ന മാധ്യമപ്രവർത്തകരുടെ നാവരിയുക, അവരെ പിടിച്ച് ജയിലിലടയ്ക്കുക. ഈ ഒരു രീതിയാണ് യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിലുള്ള UP സർക്കാർ പുതുതായി വിഭാവനം ചെയ്യുന്നത്. എന്ത് നല്ല രാജ്യം അല്ലേ? മാധ്യമങ്ങൾ മിണ്ടരുത്, മാധ്യമങ്ങൾ തങ്ങൾക്കെതിരെ ശബ്ദിക്കരുത്. നിങ്ങൾ ശബ്ദിച്ചാൽ നിങ്ങളുടെ നാവരിയും, നിങ്ങൾ എഴുതിയാൽ നിങ്ങളുടെ കൈ ഞങ്ങൾ വെട്ടിമുറിക്കും. ഇതൊക്കെയാണ് പുതിയ സർക്കാരിൻ്റെ നീക്കങ്ങൾ. അതായത് നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമുക്ക് കൽബുർഗിയെ അറിയാം അല്ലേ, പെരുമാൾ മുരുകനെ നമുക്കറിയാം. ഇവരെല്ലാം ഈ പറയുന്ന RSSന്റെ അജണ്ടയിൽപ്പെട്ട് എഴുത്ത് അവസാനിപ്പിച്ചവരാണ്. പെരുമാൾ മുരുകൻ ഇനി ഞാൻ എഴുതില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കേണ്ടി വന്നു ആ മനുഷ്യന്. കൽബുർഗി മരണപ്പെട്ടു പോയി. അതായത് തങ്ങൾക്കെതിരെ എഴുതുന്നവരെ എല്ലാം നിശബ്ദരാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടി നടത്തുന്ന പുതിയ നിയമപരമായ, അതായത് പണ്ട് ഈ നമ്മുടെ നോട്ട് നിരോധനം ഉണ്ടായല്ലോ, നോട്ട് നിരോധിച്ചതിനെ കുറിച്ച് അന്ന് മൻമോഹൻ സിംഗ് പാർലമെന്റിൽ പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു, ഓർഗനൈസ്ഡ് ലൂട്ടിംഗ് എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത്. അതായത് എല്ലാ നിയമപരമായ ഒരു മോഷണം അല്ലെങ്കിൽ പിടിച്ചുപറി എന്നുള്ള നിലയിലാണ് അദ്ദേഹം അതിനെ കണ്ടത്. എന്ന് പറയുന്ന പോലെ തന്നെയാണ് നിയമപരമായ അക്രമം എന്ന് തന്നെ ഇതിനെ പറയേണ്ടി വരും. മാധ്യമങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമം സത്യത്തിൽ ഇത് എതിർക്കപ്പെടേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ എതിർക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഉത്തരേന്ത്യയിൽ ഇനി, അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ ഇനി ഇതിനെ എതിർക്കാൻ കഴിയില്ല, UPയിൽ ഇതിനെ എതിർക്കാൻ പറ്റില്ല. കാര്യം നിയമം പ്രാബല്യത്തിൽ വന്നു തുടങ്ങി. കൈക്കൂലി കൊടുത്തുകൊണ്ട് തങ്ങൾക്ക് വേണ്ടി അപദാനങ്ങൾ പാടുകയും തങ്ങൾ തെറ്റുകാരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുകളുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നവരെ പിടിച്ച് ജയിലിലടക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം നിയമവുമായിട്ടാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് എത്തിയത്. എന്തായിരുന്നാലും UPയിലെ സോഷ്യൽ മീഡിയ താരങ്ങൾക്കുൾപ്പെടെ എല്ലാവർക്കും ഇപ്പം തന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.